പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എങ്കിലും എനിക്ക് നിങ്ങളെ ആരെയും ഒരു വിധത്തിൽ ഉപദേശിക്കാൻ ക്രിസ്തീയ സഭയുടെ ആചാരങ്ങളല്ല എനിക്ക്. അതായത് ക്രിസ്തു മതം സ്ഥാപിച്ചില്ല എങ്കിലും ഇന്ന് ലോകത്ത് ക്രിസ്തു മതത്തിലുള്ള വിഭാഗങ്ങൾ പോലും വേറെ ഒരു മതത്തിലുമില്ല. എന്തുകൊണ്ടാണ് അതൊന്നും ഞാനിപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ പറയാം. എന്നാൽ നിങ്ങളെ എനിക്ക് ഉപദേശിക്കാനുള്ള കഴിവില്ല. എന്നാൽ ബൈബിൾ ഞാൻ എടുക്കും അതിനു വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എടുത്തത് ലേവ്യ പുസ്തകം 26. അതായത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൂട്ടിയ യാതൊരു കല്ലും നമസ്കരിക്കുവാനായി നിങ്ങളുടെ ദേശത്ത് നാട്ടരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. 10 കൽപ്പനകൾ അനുസരിച്ചാലുള്ള അനുഗ്രഹങ്ങൾ. എൻ്റെ നിയമം ആചരിച്ച് എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയുടെ വൃക്ഷം ഫലം തരും. ഇനിയും 10 കൽപ്പന ലംഘിച്ചാൽ പക്ഷേ, എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും എൻ്റെ കൽപ്പനകളൊക്കെ അനുസരിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ള എൻ്റെ വിധികൾ വെറുത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകളൊക്കെ അനുസരിക്കാതെയും നിയമം ലംഘിച്ചാൽ ഞാനും നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. കാഴ്ച നശിപ്പിക്കുകയും ജീവനെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നതായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ നിഷ്ഫലമായി വിറ്റുവരയ്ക്കും, ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് നേരെ മുഖം തിരിക്കും. നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. നിങ്ങളെ ദ്വേഷിക്കും, നിങ്ങളെ ഭരിക്കും, ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങളോടും. ഇതെല്ലാം സംഭവിച്ചിട്ടും നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ഞാൻ നിങ്ങളുടെ ബലത്തിൻ്റെ പ്രതാപം ക്ഷയിപ്പിക്കും. നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയും ആക്കും. നിങ്ങളുടെ ശക്തി വെറുതെ ക്ഷയിച്ചു പോകും. നിങ്ങളുടെ ദേശം വിളവ് തരാതെയും ദേശത്തിലെ വൃക്ഷഫലം തരാതെയും കായ്ക്കാതെയും ഇരിക്കും. നിങ്ങൾ എനിക്കെതിരായി നടക്കുകയും എൻ്റെ വാക്ക് കേൾക്കാതെ ചെയ്താൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും. അവർ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഥികൾ വിജനമായി കിടക്കും. ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്കെതിരായി നടക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരായി നടന്ന് നിങ്ങളുടെ പാപം നിമിത്തം 7 മടങ്ങ് നിങ്ങളെ പീഡിപ്പിക്കും. എൻ്റെ നിയമം ലംഘിച്ചതിന് പ്രതികാരം ചെയ്യുവാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുത്തും. നിങ്ങൾ നിങ്ങളുടെ പട്ടണത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ പകർച്ചവ്യാധി അയക്കുകയും നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിലേൽപ്പിക്കുകയും ഞാൻ നിങ്ങളുടെ അപ്പമെന്ന കോൽ ഓടിച്ചിരിക്കുമ്പോൾ 10 സ്ത്രീകൾ ഓരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയില്ല. ഇതെല്ലാമായിട്ടും നിങ്ങളെൻ്റെ വാക്ക് കേൾക്കാതെ എനിക്കെതിരായി നടക്കുകയാണെങ്കിൽ ഞാൻ ക്രോധത്തോട് നിങ്ങൾക്കെതിരായി നടക്കും. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 ശിക്ഷിക്കും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസവും ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ പൂജാരികളെ നശിപ്പിച്ച് നിങ്ങളുടെ സൂര്യവിഗ്രഹങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ ശവങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മേൽ ഇട്ടുകളയും. എനിക്ക് നിങ്ങളോട് പൊറുപ്പ് തോന്നുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം, അതായത് നമ്മളിന്ന് നമ്മുടെ ദൈവങ്ങളെ തന്നെ വിറ്റ് തിന്നുന്ന കാഴ്ചയാണ് കാണുന്നത്.
ഒരു സാധാരണക്കാരെ ചോദ്യം ചെയ്യാൻ പോയാൽ അവൻ്റെ കഥ കഴിഞ്ഞു. ഇന്ന് ഈ നടക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് ഏറ്റവും മനുഷ്യൻ ദൈവങ്ങളെ വിറ്റ് തിന്നെങ്കിൽ മനുഷ്യരോട് എന്ത് ചെയ്യും? ഇതാണ് ഏലി പറഞ്ഞത്. ഏലി 2 പുത്രന്മാർ, അവരും പുരോഹിതന്മാരായിരുന്നു. അവരുടെ ചെയ്തികൾ കണ്ടിട്ട് ഏലി പറഞ്ഞത്, ഒരു മനുഷ്യനോട് പാപം ചെയ്താൽ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. എന്നാൽ ഒരു മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ ആരോട് അപേക്ഷിക്കും? ഇപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ള മക്കളെ, കണ്ടും കേട്ടും ജീവിക്കുക. നമ്മളെ തന്നെ വിറ്റ് അപ്പൻ മകനെയും വിറ്റ് തിന്നും. അതാണ് ഇന്നത്തെ കാലം. നമ്മൾ കണ്ടും കേട്ടും ജീവിക്കുക.